ബൈബിളിൽ ജീവൻ നൽകുന്ന സത്യങ്ങളുണ്ട്. ഈ മാസത്തെ ധ്യാനചിന്തയ്ക്കായി നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്നാണ്. പ്രവാചകനായ ഏലിയാവ് ഒരു വലിയ വിജയം നേടിയിരുന്നു. പക്ഷേ പിന്നീട് താൻ വൈകാരികമായും ആത്മീകമായും തളർന്നു. താൻ പറഞ്ഞു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണൻ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അവനെ കുറ്റം വിധിച്ചില്ല. പകരം ദൈവം അവന് വിശ്രമവും ഭക്ഷണവും പുതിയ ലക്ഷ്യസ്ഥാനവും നൽകി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യിരെമ്യാവ് ആഴമായ വേദനയിൽ നിന്നും നിരാശയിൽ നിന്നും സംസാരിക്കുന്നത് നമുക്കറിയുവാൻ സാധിക്കുന്നു. ദൈവവചനം ധൈര്യത്തോട് പ്രഖ്യാപിച്ച പ്രവാചകൻ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ നിരുത്സാഹത്തോട്, നിരാശയോട് മല്ലിടുകയാണ്. ആത്മശക്തി എന്നാൽ മാനുഷിക വികാരങ്ങളുടെ അഭാവമല്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം മുമ്പാകെയുള്ള സത്യസന്ധത മത്സരമല്ല എന്ന് യിരെമ്യാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് 71-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മെ സ്ഥിരോത്സാഹത്തോടെ ഓട്ടം ഓടുവാനും നന്നായി അവസാനിപ്പിക്കാനും കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നാമതായി, കർത്താവാണ് ഈ സങ്കീർത്തനക്കാരന്റെ ആശ്രയം. അഭയത്തിനായി ദൈവസന്നിധിയിലേക്ക് നിരന്തരം ഓടിച്ചെല്ലുവാൻ കഴിയുമെന്ന് തനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, എനിക്കെപ്പോഴും എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു വാസസ്ഥലമാണ് എൻ്റെ പാറയായ ദൈവം എന്ന്. രണ്ടാമത്തെ കാര്യം അവൻ്റെ ആത്മവിശ്വാസമാണ്. തൻ്റെ ബലഹീനമായ ശക്തിയിലല്ല താൻ ആശ്രയിച്ചത്, മറിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശക്തിയിലായിരുന്നു തൻ്റെ പ്രത്യാശയും പ്രതീക്ഷയുമൊക്കെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, തൻ്റെ ബാല്യത്തിലും പിന്നീട് യൗവനത്തിലും അതിനുശേഷം മധ്യവയസ്സിലും തുടർന്ന് വാർദ്ധക്യത്തിലും കർത്താവാണ് തൻ്റെ ശക്തിയെന്ന് ഉള്ള ഉറച്ച ആത്മവിശ്വാസം ആ സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ദുർബലനായിക്കൊണ്ടിരുന്നെങ്കിലും അവൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശക്തിയിൽ ആശ്രയിച്ചു. മൂന്നാമത്തെ കാര്യം, വാർദ്ധക്യത്തിലും കർത്താവ് തന്നെ ഉപേക്ഷിക്കുകയില്ല എന്നവനറിയാമായിരുന്നു. ബലം ക്ഷയിക്കുമ്പോൾ, ശാരീരിക ശക്തി കുറയുമ്പോൾ, ഭയം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദൈവം എന്നും വിശ്വസ്തനായി തുടരുന്നു. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ശക്തി പതുക്കെ കുറയുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ചിലപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുന്നവരാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സമാനമായ സമ്മർദ്ദങ്ങളോ വെല്ലുവിളികളോ ഒന്നും ഇപ്പോഴില്ലെങ്കിലും വാർദ്ധക്യത്തിലും ബലം ക്ഷയിക്കുമ്പോഴും കർത്താവ് തന്നെ ഉപേക്ഷിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. നാലാമത്തെ കാര്യം, താൻ കടന്നുപോയ വേദന ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്നും തന്നെ തടഞ്ഞിരുന്നില്ല എന്നായിരുന്നു. നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ നാം കടന്നുപോകുന്ന വേദന നമ്മെ ബുദ്ധിമുട്ടിലേക്കും ചിലപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്നും പ്രാർത്ഥിക്കുന്നതിൽ നിന്നുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുവാൻ സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ വേദനയുടെ നടുവിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തെയും ദൈവത്തിൻ്റെ കരുതലിനെയുമാണ് തിരിഞ്ഞു നോക്കുന്നത്. അതുകൊണ്ട് താൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുന്നു. അവൻ്റെ ശ്രദ്ധ വേദനയിൽ ആയിരുന്നില്ല കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത്. വേദനയുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള മനോഭാവം നമ്മിൽ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഷ്ടതയാൽ ഭാരപ്പെടുന്നവരെ ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കുന്നത് തിരഞ്ഞെടുത്തു. സ്തുതിക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായി മാറി ആശ്വാസത്തിനുള്ള ഒരു പ്രതികരണമായിട്ട് അത് മാറുന്നില്ല. പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്നായിരിക്കുമ്പോൾ, മനോഹരമായിരിക്കുമ്പോൾ പോലും നമ്മുടെ ശ്രദ്ധ നമ്മിൽ നിന്നും മാറ്റി ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ നാം പഠിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷീണിതരായ ആളുകളെ ദൈവം ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് ദൈവം അവരെ ശക്തിപ്പെടുത്തുന്നു, അവരെ പുനഃസ്ഥാപിക്കുന്നു. ക്ഷീണത്തിൻ്റെയും ഭയത്തിൻ്റെയും
ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരോടൊപ്പം താൻ ചേർന്ന് നടക്കുന്നു. ജീവൻ നൽകുന്ന ഈ 4 കാര്യങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവാണ് എൻ്റെ ആശ്രയം. കർത്താവാണ് എൻ്റെ ആത്മവിശ്വാസം. ബലം ക്ഷയിക്കുമ്പോഴും വാർദ്ധക്യത്തിലും കർത്താവ് എന്നെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന ഒരിക്കലും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും എന്നെ തടയുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-31 തൻ്റെ പ്രത്യാശയെ വളരെ മനോഹരമായി പ്രകീർത്തിക്കുന്നു. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരനുഗ്രഹിക്കപ്പെട്ട മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.